ഹായ്, എൻ്റെ പേര് അരുൺ. ഞാൻ സീനിയർ IT കൺസൾട്ടൻ്റ് ആണ്. നമ്മുടെ കൂടെ എന്നുള്ളത് മിസ്റ്റർ ഷാഫി, ഈസി ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സൂപ്പിൾ ടെക്നോളജീസ്. ഷാഫിനെ പറ്റി പറയുകയാണെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് സെഗ്മെൻറ്റിൽ 8-9 വർഷത്തെ എക്സ്പീരിയൻസും സിസ്റ്റം സീനിയർ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി ഉള്ള ആളാണ്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷൻ ബേസിക്കലി മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് പറ്റിയാണ്. അപ്പോൾ അത് റൈറ്റ് പേഴ്സൺ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. താങ്ക് യു അരുൺ. അപ്പോൾ ഇത് നമ്മളെ മൂന്നാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻ്റ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്മാർട്ട് ഫോൺ അതുപോലെ ടാബ്ലറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു എല്ലാ ഏരിയാസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു മേജർ ആയിട്ടുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ കൺസൾട്ടിങ് നമുക്ക് ക്ലയൻസ് വരുമ്പോൾ ഒബിയസ്ലി നമുക്ക് പല ടെക്നോളജീസ് ഉണ്ട്, പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. iOS ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, ഇതിന് പണ്ട് വിൻഡോസ് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് സിംബിയൻ, പല OSകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിൽ നമുക്ക് ഇറ്റ് ഇസ് സ്ട്രീം ഡൗൺ ടു iOS ആൻഡ് ആൻഡ്രോയിഡ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ ഒരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 3 പ്ലാറ്റ്ഫോംസ് ആയിരുന്നു മേജർ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിൻലി iOSഉം ആൻഡ്രോയിഡും, അതേപോലെ നമ്മൾ ഓൾഡ് ടൈമിൽ വിൻഡോസും ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ പ്ലാറ്റ്ഫോംസിലോട്ട് ഏതൊക്കെ ഡെവലപ്മെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു iOS ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഇനീഷ്യലി ഈ മൊബൈൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ iOSൽ അവരതിൻ്റെ iOS ആപ്ലിക്കേഷൻ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ, ഓരോ OS വേർഷൻ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും, അതിൻ്റെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടില്ല അവർ SDKയും കൂടെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ iOS 16 ഇറങ്ങിയെന്ന് പറഞ്ഞു അല്ല, iOS 16 ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു പുതിയ മൊബൈൽ ഡിവൈസ് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്ന് പറയുന്നത് നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഹാർഡ്വെയർ കമ്പോണൻറ്റും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ARന് സപ്പോർട്ടീവായിട്ട് വരും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മേജർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ക്യാമറ വന്നു, ഇനീഷ്യലി ബാക്ക് ക്യാമറ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വേർഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ SDK വേർഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ SDK എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. അതായത് ആ മൊബൈൽ ഡിവൈസസിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡ് ടു എൻഡ് കാര്യങ്ങൾ. അതിൽ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും, അതേപോലെ അതിൻ്റെ IDE, അതിൻ്റെ ഫ്രെയിം വർക്ക്സ്, പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ SDK എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ SDK എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർ ആ OSൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ അതിലിപ്പോൾ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ SDKയിൽ അതിൻ്റെ APIs നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. പബ്ലിക്കലി നമുക്ക് അവൈലബിൾ ആക്കണം. മനസ്സിലായി. അതാണ് അതിലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആൻഡ്രോയിഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോയിസ് റെക്കോർഡിങ്ങും കാര്യങ്ങൾ കോൾ റെക്കോർഡിങ്ങും ഒക്കെ ചെയ്യും. iOSൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ iOSൽ അവർ അതിൻ്റെ SDKയിൽ നമുക്ക് അതിൻ്റെ പ്രിവിലേജ് അല്ലെങ്കിൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ബ്ലൂടൂത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ അവർ ഓരോ ലൈബ്രറീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ SDK എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ലൈബ്രറീസ് ആയിരിക്കും. അതേപോലെ അതിലെ UI എലമെൻറ്റ്സ് നമ്മളിപ്പോൾ കോൺടാക്ട്സ് ലിസ്റ്റ് ആയിട്ടല്ലേ കാണുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് അതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസ്, അതേപോലെ ബട്ടൺസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ UI കിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ അഡ്രസ് ബുക്ക് എന്നാണ് നമ്മൾ ശരിക്കും കോൺടാക്ട്സിന് ആക്സസ് ചെയ്യാല്ല നമ്മുടെ ലൈബ്രറി. ഇപ്പോൾ വാട്സാപ്പിൽ നമ്മളൊരു അഡ്രസ്സ് നമുക്കൊരു കോൺടാക്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് ബുക്കിൽ സേവ് ആവും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അത് ആപ്പിൾ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ തന്നുകൊണ്ടാണ്, നമ്മളിപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ആ SDKയിൽ അതിൻ്റെ പ്രൊവിഷൻ തന്നുകൊണ്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും അവർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കുന്നത് പബ്ലിക് യൂസേഴ്സിന്. സിമിലർ വേ അതേ വേർഷനിൽ വരുന്ന അതിൽ SDKയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ SDK വേർഷനിൽ ആ OSൽ നമുക്ക് ഡെവലപ്പേഴ്സിന് എന്തൊക്കെ ആക്സസിബിൾ ആണ്, ഡിവൈസിൽ എന്തൊക്കെ ഹാർഡ്വെയർസ് നമുക്ക് ആക്സസിബിൾ ആണ്, അതേപോലെ അതിലെ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻസ് എന്തൊക്കെ നമുക്ക് ആക്സസിബിൾ ആണ്. ഇതാണ് ശരിക്കും SDK എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് പിന്നെ നമ്മൾ വരുന്നതാണ് നമുക്ക് ഈ iOSലാകുമ്പോൾ iOSൻ്റെ കമ്പോണൻറ്റ് വെച്ചിട്ടാണ്, അപ്പോൾ അതിൻ്റെ നേറ്റീവ് ഈ എൻവയോൺമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ തന്നെ അതിൽ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, IDE ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു കളക്ഷനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ആൻഡ്രോയിഡ്
ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിനും ഇതേപോലെ സെപ്പറേറ്റ് എൻവയോൺമെന്റ് ഉണ്ട്. ഇതാണ് നമ്മൾ നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു സ്പെസിഫിക്കേഷൻ, നേറ്റീവ് ആൻഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ നേറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും ഈ നേറ്റീവ് APIs എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള അവരുടെ ഡയറക്റ്റ് APIs ആക്സസ് ചെയ്തുകൊണ്ട് ആ എൻവയോൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേറ്റീവിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമുക്ക് അതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും. അതിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ Objective-C ആയിരുന്നു. പിന്നെ അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരെ ARC ബേസ് ചെയ്തിട്ട് Objective-C എന്നിട്ടൊരു മെമ്മറി മാനേജ്മെന്റ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് നടക്കുന്ന രീതിയിൽ. ദെൻ സ്വിഫ്റ്റ് വന്നു, സ്വിഫ്റ്റ് UI വന്നു. അതേപോലെ നമ്മൾ ആൻഡ്രോയിഡിൽ എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിലും ഇതേപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇനീഷ്യലി ജാവ വെച്ചിട്ടായിരുന്നു. പിന്നെ നമുക്കത് കോട്ട്ലിനോട്ട് അവർ കൺവേർട്ട് ചെയ്ത് ജാവയിൽ അവൈലബിൾ ആണ്, കോട്ട്ലിനും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ IDE എന്ന് പറയും, ആ എൻവയോൺമെന്റ് ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ എൻവയോൺമെന്റ് അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ SDKs നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററും എല്ലാം കൂടെ വരുന്ന ആ ഒരു പാക്കേജിലാണ് നമ്മൾ IDE എന്ന് പറയാം. മനസ്സിലായി ആ എൻവയോൺമെന്റ്. അപ്പോൾ IDE എന്ന് പറയുന്നത് iOS-ന്റെ കേസ് Xcode ആയിരുന്നു, ഇതിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അപ്പൊ ഇങ്ങനെയാണ് അതിൽ വരുന്നത്. പിന്നെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ശരിക്കും നേറ്റീവില് പറയുമ്പോൾ ആൻഡ്രോയിഡിന്റെ സെപ്പറേറ്റ് ഒരു ഡെവലപ്പർ ഇരുന്ന് ഇപ്പുറത്ത് ചെയ്യണം. അതുപോലെ തന്നെ iOS-ന്റെ ഒരു ഡെവലപ്പർ സെപ്പറേറ്റ് ഇരുന്ന് ഈ എൻവയോൺമെന്റിൽ ചെയ്യണം. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് ഒരു ഡെവലപ്പറും അതേപോലെ iOS-ന് വേണ്ടിയിട്ട് വേറെ ഡെവലപ്പർ സെപ്പറേറ്റ് ചെയ്യണം. അതാണ് നേറ്റീവ് ഡെവലപ്പേഴ്സ് നമ്മൾ പറയുന്നത്. അതാണ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് വന്നല്ലേ. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഈ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളതും ഓരോ ഇതിലും നമ്മൾ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും, IDE ഉണ്ടാവും, പിന്നെ അതിൽ ആർക്കിടെക്ചർ ഉണ്ടാവും. അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് അരുണൊക്കെ കേട്ടിട്ടുണ്ട്, MVC എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ കേട്ടിട്ടുണ്ടാവും, വെബിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇനീഷ്യലി MVC ആർക്കിടെക്ചർ ആയിരുന്നു, ദെൻ MEVM, അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ വൈപ്പർ എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആൻഡ്രോയിഡിൽ ക്ലീൻ ആർക്കിടെക്ചർ എന്ന് പറയും. അപ്പോൾ ഇതാണ് iOS-ലും ആൻഡ്രോയിഡിലും യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിലാണ് നമ്മൾ നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ വിൻഡോസ് നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു 2012-13 സമയത്ത് വിൻഡോസ് കൂടെ എല്ലാ സമയത്ത് നമുക്ക് അന്ന് ഹൈബ്രിഡ് പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ടൈറ്റാനിയം, ഫോൺ ഗ്യാപ്പ്, സാമറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടില്ല. അപ്പൊ ഹൈബ്രിഡ് എന്നുള്ള കോൺസെപ്റ്റ് അന്നേ ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വിൻഡോസിനും ആൻഡ്രോയിഡിനും iOS-നും കൂടിയുള്ള ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നേറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു iOS-നും ആൻഡ്രോയിഡിനും ഒരു സെപ്പറേറ്റ് SDK ഉണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ബ്രിഡ്ജിങ് പോലെ ഒരു റാപ്പർ എന്ന് പറയും. ഇതിന്റെ രണ്ടിനും കൂടെ റാപ്പറായിട്ട് ഒരു മിഡിൽ ലെയർ സെറ്റ് ചെയ്തിട്ട് അതിന് ഒരു ലാംഗ്വേജ് അതേപോലെ ആർക്കിടെക്ചറും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരൊറ്റ സിംഗിൾ കോഡ് ബേസ് വെച്ചിട്ട് iOS-ലോട്ടും ആൻഡ്രോയിഡിലോട്ടും നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ മിഡിൽ ലെയർ എന്ത് ചെയ്തോളും, നേറ്റീവായിട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് iOS-ലോട്ട് നേറ്റീവ് ബിൽഡ് എടുക്കും, ആൻഡ്രോയിഡിൻ്റെ നേറ്റീവ് ബിൽഡ് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്കത് അതിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുന്നത് iOS-ന്റെ കേസ് നമ്മൾ IPA എന്ന് പറയും, ആൻഡ്രോയിഡിൻ്റെ കേസ് APK എന്ന് പറയും, അറിയാലോ. അപ്പോൾ ഇത് ബിൽഡ് എടുത്തിട്ട് അതിൻ്റെ അതേപോലെ തന്നെ ഇത് പബ്ലിഷ് ചെയ്യാനുള്ള സ്റ്റോഴ്സും ഉണ്ടല്ലോ, ആൻഡ്രോയിഡ് സ്റ്റോറും നമുക്ക് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും നമ്മൾ പറയും. അപ്പോൾ അത് ആപ്പ് സ്റ്റോറിലോട്ടും പ്ലേ സ്റ്റോറിലോട്ടും നമുക്ക് ആ നോർമൽ ട്രഡീഷണൽ വേയിലോട്ട് തന്നെ നമുക്കത് വൺസ് ബിൽഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോഡിംഗ് ലെവലിൽ അത് ഡിപ്ലോയ്മെൻറ്റ് വരെ ബിൽഡ് വരെ അവരെന്ത് ചെയ്യും, ഒരു സിംഗിൾ കോഡ് ബേസിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് കൺവേർട്ട് ബിൽഡ് ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഹൈബ്രിഡിന്റെ ഒരു കോൺസെപ്റ്റ് വരാനുള്ള ഇനി പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ നേറ്റീവിൽ ചെയ്ത് വന്നിട്ട് പെട്ടെന്നൊരു ഹൈബ്രിഡിന്റെ കോൺസെപ്റ്റ് അത് ചിലപ്പോൾ റിസോഴ്സിന്റെ അവൈലബിലിറ്റി കാര്യമാവും, ടൈമിന്റെ കൺസംപ്ഷൻ കാര്യങ്ങളൊക്കെ ആവും. നമ്മളിപ്പോൾ ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുമ്പോൾ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റും ബിസിനസ് മോഡലും ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് തന്നെയാണ്. അതേപോലെ നമുക്ക് ഡെവലപ്മെന്റ് കോസ്റ്റ് കുറയുന്നു, മെയിൻ്റനൻസ് കുറയും, അല്ല ഈ കാര്യങ്ങളെല്ലാം കുറയും, നമുക്ക് ഫാസ്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാനും പറ്റും. മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ മോഡൽ തന്നെയാണ് ശരിക്കും ഹൈബ്രിഡ് എന്നുള്ള കോൺസെപ്റ്റ് വരാനുള്ള റീസൺ. നമുക്കൊരു സിംഗിൾ കോഡ് ബേസിൽ തന്നെ നമുക്കൊരു ഡെവലപ്പർ വെച്ചിട്ട് തന്നെ iOS-ലോട്ടും ആൻഡ്രോയിഡിലോട്ടും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സാമറിൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് വിൻഡോസിലോട്ടും കൂടെ പറ്റുമായിരുന്നു. ഈ 3 പ്ലാറ്റ്ഫോമിലോട്ട് കോഡ് ബേസിൽ തന്നെ സാമറിൻ ബിൽഡ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ രീതിയിലോട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്ക് ആൻഡ് ഗൂഗിളാണ് എനിക്ക് തോന്നുന്നു ഹൈബ്രിഡിന്റെ കോൺസെപ്റ്റ് റിയാക്ട് നേറ്റീവ് ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു എൻവയോൺമെന്റ് കൊണ്ടുവന്ന്
എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പോപ്പുലറൈസ് ആക്കിയത് അല്ലേ? അതെ. ഇനീഷ്യലി എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് വന്നൊരു 2 years 3 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫ്ലട്ടർ വരുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ഒരു ചലഞ്ച് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവരൊരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, വെബിനും അതേപോലെ മൊബൈലിൽ നോക്കുന്ന സമയത്ത് അവർക്ക് മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സിനെ യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് നില കമ്പനിക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് ഒരൊറ്റ റിസോഴ്സിനെ വെച്ചിട്ട് തന്നെ ഇത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലോട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും ഹൈബ്രിഡ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുമ്പേ ഇതുണ്ട്. പക്ഷേ ഫേസ്ബുക്കും ഈ ഒരു സെയിം ചലഞ്ച് ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ ആ ഒരു സിംഗിൾ കോഡ് ബേസിലുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരാൻ. അത് കഴിഞ്ഞിട്ടാണ് ഗൂഗിൾ ഫ്ലട്ടർ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫ്ലട്ടർ വരുന്നത്. പക്ഷെ ഫ്ലട്ടർ വരുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഫ്ലട്ടർ വന്ന് ഒരു 2 years കഴിഞ്ഞ് 1-2 years കഴിഞ്ഞതിന് ശേഷം അവർ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് പോലും സിംഗിൾ കോഡ് ബേസിൽ നമുക്ക് മൊബൈൽ ആൻഡ് ഡെസ്ക്ടോപ്പ് എന്നുള്ള കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നു. വെബ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു. ഡെസ്ക്ടോപ്പ് നമുക്ക് ബിൽഡ് ചെയ്യും. അവർ പറഞ്ഞേക്കുന്നത് വിൻഡോസ്, മാക്ക് അതുപോലെ ലൈനക്സ്, ഈ 3 പ്ലാറ്റ്ഫോമിലോട്ടും അവർക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു വെബ് പ്ലാറ്റ്ഫോം, വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാം കൂടെ സിംഗിൾ കോഡ് ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ കോഡ് ബേസിലോട്ട് ഇത്രയും പ്ലാറ്റ്ഫോംസിലോട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു റെവല്യൂഷൻ ആയിരുന്നു. പക്ഷെ അതിലൊരു ചലഞ്ച്, ഇപ്പൊ നമ്മൾ ഡെവലപ്പർ സൈഡിൽ നിന്ന് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത്, നമുക്ക് iOS ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് സിമിലർ UI/UX ആണ്. നമുക്ക് ആ എക്സ്പീരിയൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതിൻ്റെ UI/UXും അതിൻ്റെ ഫങ്ഷണാലിറ്റി, എക്സ്പീരിയൻസിങ് എല്ലാം നമുക്ക് ഒരു സിമിലർ വേയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സിംഗിൾ കോഡ് ബേസിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് വരുന്ന സമയത്ത് വൈഡ് ആംഗിൾ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ റേഞ്ചിലോട്ട് വരുമ്പോൾ അതിൻ്റെ UI/UX ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സിംഗിൾ കോഡ് ബേസ് ആണെങ്കിലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ കോഡ് ബേസിലോട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് iOSനും ആൻഡ്രോയിഡിനും ചെയ്യുന്ന അതേ കോഡ് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യില്ല. അത് ഡിഫറെൻറ്റ് കോഡ് ബേസ് ആക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യും. സിംഗിൾ കോഡ് ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ UI/UXും ഫീച്ചർ അവൈലിംഗ് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ റിയാക്ട് നേറ്റീവും ഫ്ലട്ടറും ആണ് ഇപ്പോൾ പ്രോമനൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ബേസിക്കലി ഹൈബ്രിഡിലുള്ളത്. ബേസിക്കലി ഒരു പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്നതും റിക്വയർമെൻറ്റ് വരുന്ന അതില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടെക്നോളജി എന്താ, സ്റ്റാക്കിങ്ങിന്? ഓക്കെ, ലാംഗ്വേജ് കാര്യങ്ങൾ ഇതിൽ റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആണ്. ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ക്രോസ് പ്ലാറ്റ്ഫോമാണ്, ഹൈബ്രിഡ് ടെക്നോളജിയാണ്. അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. അതുപോലെ IDE നമുക്ക് VS Code യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഫ്ലക്സ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് API എന്ന് പറഞ്ഞ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോഡ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലോട്ട് യൂസ് ചെയ്യാൻ പറ്റും. iOSലോട്ടും ആൻഡ്രോയിലോട്ടും ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി സ്റ്റാക്ക് എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമായ ഫ്ലട്ടറിൽ വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ടെക് എങ്ങനെയാണ്? നമുക്ക് ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാറ്റ ആണ്. അതേപോലെ അതിൽ യൂസ് ചെയ്യുന്ന IDE എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് VS Code യൂസ് ചെയ്യാം. അതേപോലെ അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബ്ലോക്ക് ആർക്കിടെക്ചറാണ്. അപ്പോൾ അതേപോലെ ഡിപ്ലോയ്മെൻറ്റ് നമുക്ക് iOS ആൻഡ്രോയിഡും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലോട്ടും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വരുന്നത്. അപ്പോൾ അരുൺ ഇപ്പോൾ ഈ ചോദിച്ചത് നമുക്ക് നേറ്റീവ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലയൻസ് ചോദിക്കാറുണ്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് നേറ്റീവിലോട്ട് പോയിക്കൂടാ. അപ്പോൾ ആ ഒരു അതെന്ന് പറയുന്നത് പ്യൂർലി നമുക്ക് കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പറയാൻ പറ്റുന്നത്. അതായത് നേറ്റീവ് ആപ്ലിക്കേഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ നേറ്റീവ് കമ്പോണൻറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നേറ്റീവ് SDK വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടി ബ്രിഡ്ജിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു പെർഫോമൻസ് ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കത് ഏത് ബിസിനസ് മോഡലാണ്, അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വരുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് മോഡലിലോട്ടാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും നേറ്റീവ് ആണോ ഹൈബ്രിഡ് ആണോ എന്നുള്ളത്. അപ്പോൾ നേറ്റീവിൻ്റെ ഹൈബ്രിഡിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്മെൻറ്റ് ടൈം, കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നേറ്റീവ് ആവുന്ന സമയത്ത് നേറ്റീവിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ലെവലിലോട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇമ്പ്രൂവ്ഡ് ആണത് ഒരുപാട്. അതേപോലെ തന്നെ നമുക്ക് ഇതേ ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ട്, ഹൈബ്രിഡ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനും ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഡിവൈസസിൻ്റെ കോർ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഹാർഡ്വെയർസ് ഒക്കെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈബ്രിഡിലോട്ട് പോകുന്ന ഡിഫിക്കൽട്ടി ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബ്ലം നമുക്ക് വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലത്തെ ആപ്ലിക്കേഷൻസ്, ഇ കൊമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് മാട്രിമോണി, ഇതൊക്കെ നമുക്കൊരു വെബ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള
ഹാർഡ്വെയർസ് അവർ ആക്സസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാട്രിമോണിയിൽ ആക്സസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ റാപ്പേഴ്സൊക്കെ റാപ്പർ ക്ലാസ്സസൊക്കെ ഓൾറെഡി ഇതിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് IoT ടൈപ്പ് ഓഫ് ഡിവൈസസ്, AR VR പ്രൊജക്ട്സ്, ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി നേറ്റീവ് ആയിരിക്കും റെക്കമെൻഡഡ്. നമ്മൾ ഇനി ചില മൊഡ്യൂൾസ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കോറിലെ ഫങ്ഷണാലിറ്റി ആക്സസ് ചെയ്യേണ്ട കേസ് വരികയാണ്, മോർ ആനിമേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ്, അതേപോലെ നമുക്ക് ബ്ലൂടൂത്ത് ആക്സസ് ഒക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് നേറ്റീവ് മൊഡ്യൂൾസ് തന്നെ ഇതിൽ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായി. അതായത് നേറ്റീവ് ആപ്ലിക്കേഷൻ്റെ മൊഡ്യൂൾ തന്നെ നമുക്ക് ഈ ഹൈബ്രിഡ് ആപ്ലിക്കേഷനിൽ ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്ലട്ടറിലും നമുക്ക് അതിൻ്റെ കമ്പോണൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലോട്ട് നമുക്ക് ഹൈബ്രിഡ് മിക്സഡ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ഇഷ്യൂ അവിടെ വരും, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ നമുക്ക് കിട്ടില്ല. കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആസ് എ കൺസൾട്ടന്റ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ ഫസ്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വേണ്ടത്. അതെ, എക്സാക്ട്ലി. എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ യൂസ് കേസ് മനസ്സിലാക്കുക, അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ലോങ് ടേം വിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ടെക്നോളജി സ്റ്റാക്ക് സെറ്റ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് നല്ലത്. ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഒരു IoT ആണെങ്കിൽ നമുക്ക് അവരെ നേറ്റീവ് ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്കൊരു ഇതേപോലത്തെ ഞാൻ പറഞ്ഞ ഒരു വെബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ, വെബ് ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് പോകുന്ന ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹൈബ്രിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ IoT ആക്സസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും കോർ ഫങ്ഷണാലിറ്റി ആക്സസ് ചെയ്യുന്ന രീതിയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ബ്രിഡ്ജിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പോണൻ്റ് ആഡ് ചെയ്യാം. ഈ കമ്പോണൻ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലായില്ല. അതായത് നമ്മൾ iOS-ന് സെപ്പറേറ്റ് iOS-ന്റെ കമ്പോണൻ്റ് ആക്സസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം, ആൻഡ്രോയിഡിൻ്റെ മൊഡ്യൂളും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ 2 സെപ്പറേറ്റ് റിസോഴ്സിനെ വെച്ചിട്ട് വേണം ആ മൊഡ്യൂൾ ബിൽഡ് ചെയ്യാൻ. മനസ്സിലായി. അപ്പോൾ ബാക്കി ഹോൾ ഫംഗ്ഷനാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹൈബ്രിഡ് ടെക്നോളജി ഒറ്റ റിസോഴ്സിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു iOS എക്സ്പെർട്ടൈസും ഒരു ആൻഡ്രോയിഡ് എക്സ്പെർട്ടൈസും വെച്ചിട്ട് ഈ മൊഡ്യൂൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയന്റിനെ നമുക്ക് ഹാപ്പി ആക്കേണ്ടത് എപ്പോഴും നമുക്ക് ആ ഒരു കോസ്റ്റ് കൺസേൺ ഉള്ളത് നമ്മളൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് ആ ഒരു രീതിയിലോട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു വെൽ നോൺ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയ ഗൂഗിൾ പേ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് അതെ, നമ്മൾ ഫേസ്ബുക്ക് അതേപോലെ ഹൈബ്രിഡിലാണ്. നമുക്ക് എന്തെങ്കിലും ആ പെർഫോമൻസ് ഇഷ്യൂ നമ്മുടെ യൂസർ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ആ രീതിയിലോട്ട് അത്രയും നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലെവൽ ഓഫ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് ആ പെർഫോമൻസ്, നമുക്ക് ആ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയുമ്പോൾ നമുക്ക് പറയാം പെർഫോമൻസ് ആണ് മോർ പെർഫോമൻസ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്കൊരു യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അത് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് നമുക്ക് ഹൈബ്രിഡ് സജസ്റ്റ് ചെയ്യണം നല്ലത്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഫ്ലട്ടറാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഫ്ലട്ടറിൽ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. മോർ ഡെസ്ക്ടോപ്പ് അതുപോലെ വെബ് ഇതിലോട്ടെല്ലാം അവർക്ക് ഡിപ്ലോയ്മെൻറ്റ് പോസിബിൾ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു വെബിലോട്ട് പോകുന്ന സമയത്താണ് ചലഞ്ചസ് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് SEO ഫ്രണ്ട്ലി ആയിരുന്നില്ല. നമുക്കൊരു സിംഗിൾ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു ഇത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലെ SEO കണ്ടന്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നിടത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെക്നോളജി ലിമിറ്റേഷനാണെന്നറിയില്ല, അന്ന് നമ്മളത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യായിരുന്നു. അന്ന് അതിൻ്റെ എൻഡ് ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ ഇനീഷ്യൽ നമുക്ക് ഇങ്ങനത്തെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് കൺസേൺ രണ്ട് ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ പോകുന്നതാണ്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു സിംഗിൾ കോഡ് ബേസിലോട്ട് പോകുമ്പോൾ രണ്ട് മെത്തേഡാണ് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ വരുന്നതെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കൂടി വരും. മനസ്സിലായി. ഞാനിപ്പോൾ ഒരു സൂപ്പിളിൻ്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഉള്ളൊരു കോഴ്സും ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് കോഴ്സും ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് കോഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നേറ്റീവിൽ നിന്ന് മാറി നമ്മൾ ഗ്രാജുവലി ഡിമാൻഡ് ബേസ്ഡ് ആയാലും നമുക്കൊരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ആയിട്ടില്ലേ ഒരു ജനറലി? അത് ഞാൻ പറയാൻ കാരണം ഒന്ന് മേ ബി അല്ല, അത് ഞാൻ അരുണിൻ്റെ അടുത്ത് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അരുൺ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അരുണിൻ്റെ കമ്പനിയിൽ മെജോറിറ്റിയും നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആയിരുന്നില്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് എനിക്ക് തോന്നുന്നത് ഒരു റീസൺ ബേസിക്കലി ക്ലയന്റ് റിക്വയർമെന്റ്സ് ആണ് മോസ്റ്റ്ലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ബേസിസിലാണ് നമ്മൾ ബേസിക്കലി റിസോഴ്സിന്റെ ഒരു ഓഗ്മെന്റേഷൻ നമ്മൾ ചെയ്തു പോയത്. അപ്പോൾ ഒന്ന് കോസ്റ്റ് കൺസേൺ ഉണ്ടാവാം, ആൻഡ് സെക്കൻഡ് ബേസിക്കലി ഒരു സർവീസ് ലെവൽ AMC ലെവൽ സപ്പോർട്ട് വൈസും നോക്കുമ്പോൾ ബേസിക്കലി ആൻഡ് ഓൾസോ ടൈം കൺസ്യൂമിംഗ് അല്ല. ഒരു IT സർവീസ് ബേസ്ഡ് കമ്പനി എപ്പോഴും നോക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ക്ലയന്റ് എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ബഡ്ജറ്റിങ്ങും അവരുടെ ക്വാളിറ്റി രണ്ടും നമുക്ക് മീറ്റ് ചെയ്യണം.
അവരുടെ എന്താണോ ബിസിനസ് മോഡൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നേറ്റീവിലോട്ട് പോകേണ്ട കേസ് വരുന്നില്ല. പിന്നെ നേറ്റീവിൻ്റെ കേസ് വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ നമ്മൾ കോർ ഡിവൈസസിൻ്റെ കോർ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് അതിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് മിക്ക IT സർവീസസ് കൊടുക്കുമ്പോൾ മെജോറിറ്റി ഓഫ് അപ്ലിക്കേഷൻസും നമ്മൾ ഈ പറഞ്ഞ ലെവലിലാണ് വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സൂപ്പിളുടെ കേസ് എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവുന്ന എവിടെയാണ്? ഹൈബ്രിഡ് പ്ലാറ്റ്ഫോംസിലാണ്. അപ്പം നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഹൈബ്രിഡാണ്. നേറ്റീവ് എപ്പോഴും ഒരു സ്ട്രോങ് കോഡ് ബേസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലെവലിൽ നോക്കുമ്പോൾ സ്ട്രോങ് ആണ്. പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റിയും കൂടെ ബിൽഡ് ചെയ്തെടുക്കാമെന്നല്ലാതെ നമ്മളൊരു അല്ലെങ്കിൽ നമ്മുടെ സൂപ്പിളിലോട്ട് വരുന്ന ആളുകളെ നമുക്ക് പ്ലേസ്ഡ് ആകും കൂടെ വേണമല്ലോ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതാണോ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈബ്രിഡ് ടെക്നോളജീസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് ഫ്ലട്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു റൈറ്റ് വേ ആണ്. ഞാനിപ്പോൾ ഒരു ഫ്ലട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി ഗൂഗിൾ സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേറ്റീവ് കമ്പോണന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നേറ്റീവ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കോർ ഡിവൈസസിന്റെ ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി. ഇപ്പം അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്സർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല. നമ്മൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി ചെയ്തൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ലേഡീസിൻ്റെ ഒരു സേഫ്റ്റി വേണ്ടിയിട്ടായിരുന്നു നമ്മളിത് ചെയ്തത്. ഇപ്പോൾ ലേഡീസ് ഒരു അൺനോൺ പ്ലേസിലൂടെ പോവുക അല്ലെങ്കിൽ മിഡ് നൈറ്റിലൊക്കെ അവർക്ക് ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർക്ക് അവരുടെ പാരൻസിനെ അല്ലെങ്കിൽ ഗാർഡിയൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ലോക്കറ്റായിരുന്നു. അതിലൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്. അതിലൊരു 3 ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട്. സിംഗിൾ, ഡബിൾ, ലോങ് പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിംഗിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷനിലോട്ട് ഒരു സിഗ്നൽ പാസ് ചെയ്യും. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സിഗ്നൽ പാസ് ചെയ്യും ലോങ് പ്രസ്സിൽ. അപ്പോൾ സിംഗിൾ ടേബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എനിക്കൊരു പ്രീ ഡിഫൈൻഡ് മെസ്സേജ് സെറ്റ് ചെയ്യാം. ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതേപോലെ എൻ്റെ കോൺടാക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ എനിക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മെസ്സേജസ് എന്താണോ പ്രീ ഡിഫൈൻഡ് മെസ്സേജും പ്ലസ് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ കൂടെ നമ്മൾ ഫെച്ച് ചെയ്യും. അതും കൂടെ വെച്ചിട്ട് എൻ്റെ ആ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് പോകാം. സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി മീൻ ചെയ്യുന്ന കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. മറ്റേതാണെങ്കിൽ എൻ്റെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് എന്നെ വാച്ച് ചെയ്താൽ മതി എന്ന് അന്വേഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. മറ്റേതാണെങ്കിൽ ഞാൻ എക്സാക്ട്ലി ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ. ലോങ് പ്രസ് ആണെങ്കിൽ ചിലപ്പോൾ ഗൺ പോയിന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമുക്കത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈബ്രിഡ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഹൈബ്രിഡിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് iOS-നും ആൻഡ്രോയിഡിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് നേറ്റീവ് കമ്പോണന്റ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ അതാണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് മോഡൽ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹൈബ്രിഡിലോട്ട് പോകുന്നതിനേക്കാളും നല്ല നേറ്റീവ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഇത് ഒരുപാട് വേറെ ഫംഗ്ഷനാലിറ്റി കോമൺ ആയിട്ട് വരുന്ന നമുക്കിപ്പോൾ ഇ-കൊമേഴ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് വരുന്നത്. അതിലെന്തെങ്കിലും ഒരു മൊഡ്യൂൾ ക്യാമറ ആക്സസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഗെയിമോ ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്കതിൽ നേറ്റീവ് കമ്പോണന്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റും കുറയ്ക്കാം, അതേപോലെ മെയിൻ്റനൻസും കുറയ്ക്കാം. അതല്ലാതെ നമുക്കത് മൊത്തം എന്ത് ചെയ്യേണ്ട, നേറ്റീവിലോട്ട് ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. മനസ്സിലായി. അരുൺ എപ്പോഴെങ്കിലും ചില ക്ലയൻസ് ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേറ്റീവിലോട്ട് പോയിട്ട് പിന്നെ ഹൈബ്രിഡിലോട്ട് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അത് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ബേസിക്കലി എഡ്യൂക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ക്ലയൻറ്റ് ഇനീഷ്യലി സംസാരത്തിൽ വന്നു ബേസിക്കലി അവർക്ക് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, കോസ്റ്റ് കൺസ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബേസിക്കലി. നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലയൻസിനെ പറഞ്ഞാൽ ആരോടും മനസ്സിലാവും, പക്ഷെ അത് ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ക്ലയൻറ്റ് അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കുറേ ആൾക്കാരുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ആൾ പറഞ്ഞു ഇല്ല നേറ്റീവ് ആണ് ഭയങ്കര അടിപൊളി. നമ്മൾ പറഞ്ഞു നേറ്റീവ് അടിപൊളിയാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ സൈഡിൽ ഒരു ഇഷ്യൂസും വരാൻ ചാൻസസ് ഇല്ല. നമ്മൾ എക്സാമ്പിൾ ആരോട് പറഞ്ഞ പോലെ തന്നെ ഈ ഹൈബ്രിഡിൽ വലിയ വലിയ ആപ്ലിക്കേഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ആളുടെ അടുത്ത് ആരോ എന്തോ പറഞ്ഞിട്ട് അവർ പറയുന്നതാണ് ആൾക്ക് ശരി എന്നുള്ള രീതിയിലോട്ട് പോയി. എന്നിട്ട് ഒരു 3 years 4 years കഴിഞ്ഞപ്പോൾ നമ്മൾ iOS-ഉം ആൻഡ്രോയിഡിലും അത് സെപ്പറേറ്റ് കോഡ് ബേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു 2-3 വേർഷൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് തിരിച്ചു വന്നിട്ട് ആൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കംപ്ലീറ്റ് റീബിൽഡ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലട്ടറിലോട്ട് ചെയ്യാം. അപ്പം അന്ന് പക്ഷേ നമ്മൾ അന്ന് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്താണ്. പക്ഷെ അവർക്ക് അവരുടെ ലിമിറ്റഡ് നോളജും പിന്നെ അവർ ചിലപ്പോൾ നേറ്റീവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നേറ്റീവ് നമ്മൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ പറഞ്ഞു അതിൻ്റെ ആ ഒരു
ബിസിനസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കത് പ്ലഗ് ചെയ്യേണ്ടത്. അതെ അതെ. അപ്പോൾ അത് അന്ന് അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, നമ്മളെ ആപ്ലിക്കേഷൻ മോഡൽ, നമ്മളെ ബിസിനസ് മോഡൽ വെച്ചിട്ട് നമുക്കത് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സിസ്റ്റം ലെവലോ കുറച്ചും കൂടെ കോർ ആനിമേഷൻ ലെവലോ എന്തെങ്കിലും AR മൊഡ്യൂളൊക്കെ, അന്ന് AR മൊഡ്യൂളൊന്നും നമുക്ക് പറയാനില്ല, പക്ഷേ സ്റ്റിൽ എന്ത് എൻഹാൻസ്മെന്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി. പക്ഷെ ആള് ഒരു ബേസിക് നോളജ് ആൾക്ക് ഇതിലെല്ലാം ഉണ്ടായിരുന്നു, മനസ്സിലായി. പക്ഷെ എന്നാൽ ഒരു ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അന്ന് കൺസൾട്ട് ചെയ്ത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായി. ഇനി എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ ആൾക്ക് ഡബിൾ എഫേർട്ടും വന്നു, അത്രയും മണി ലോസ് ആയി. മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും വരാം. നമുക്ക് ബേസിക്കലി ഇത് കേസ് സ്റ്റഡീസ് ആണല്ലോ. അതെ അതെ. ക്ലയൻസിന്റെ അടുത്ത് പറയുമ്പോൾ നമുക്കത് പറയുകയും ചെയ്യാം. പക്ഷെ ഇപ്പൊ എല്ലാം എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓൾമോസ്റ്റ് ക്ലയൻസ് ഇങ്ങോട്ട് പറയും. ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ല ആരും നേറ്റീവ് എന്ന് പറയും. കാരണം മിക്ക കമ്പനീസിൽ പോയി കഴിഞ്ഞാൽ നേറ്റീവ് ഡെവലപ്പേഴ്സും ഭയങ്കര കുറവാണ് എല്ലാ കമ്പനീസും അന്ന്. പക്ഷെ നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. അപ്പൊ അന്ന് വന്ന് തുടങ്ങിയുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലട്ടറിലോട്ട് അത് ഡെവലപ്പ് പ്രൊജക്ട് പിച്ച് ചെയ്തു. ഏർലി അഡോപ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താണ്. പക്ഷെ അന്ന് ക്ലയൻസിന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് അവർക്ക് അത് അത്ര അവെയർ അല്ല. മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസും വരാം. അതാണ് അതിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാം കവർ ചെയ്തു അല്ലേ. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പറഞ്ഞു, പിന്നെ അതുപോലെ നേറ്റീവ് ഹൈബ്രിഡ് ടെക്നോളജി പറഞ്ഞു, പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ബിസിനസ് മോഡൽ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവൽ എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനൊരു കൺസൾട്ടന്റ് ആണെങ്കിൽ കൂടി എനിക്ക് കുറേ ഇൻഫർമേഷൻസ് ഇപ്പൊ കിട്ടി. അതെ അതെ. ബേസിക്കലി ഒരു ക്ലയന്റ് പെർസ്പെക്റ്റീവും എങ്ങനെ അത് പറയണം, ടെക്നോളജി വൈസ് എങ്ങനെ കൺവിൻസ് ചെയ്യണം. കാരണം സർവീസ് സെഗ്മെന്റ് ആവുന്ന സമയത്ത് അതുകൊണ്ട് എന്തായാലും അതിന്റെ എല്ലാ ഏരിയസും കൺസൾട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ക്ലയന്റിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആളുടെ ഒരു കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ടല്ല നമുക്ക് പ്രൊജക്ട് ഏത് ടെക്നോളജി വേണമെന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് ഇൻഫോർമേറ്റീവ് ആയതുപോലെ ഓഡിയൻസിന് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടത് നോക്കാം. കാരണം നമുക്കിത് നമ്മളെ പബ്ലിക് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ മോർ ഇൻ ടു ടെക്നിക്കലി പറയുമ്പോൾ അതും ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകൾക്ക് കോമൺലി ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഒരു മിഡിൽ ലെവലിൽ നിർത്തിയിട്ട് വേണം നമുക്കിത് പറയാം. ചില ആളുകൾക്ക് ഇതെല്ലാം ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് ഫീൽ ചെയ്യാം, ചില ആളുകൾക്ക് ടെക്നിക്കൽ ടേംസ് പറയുന്നിടത്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളൊരു മിഡിൽ ലെവലിൽ ഇത് മോർ ഇൻ ടു ടെക്നിക്കലും അല്ല എന്നാൽ ഒരു അവയർനെസ് പ്രോഗ്രാം പോലെ നമുക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ആ രീതിയിലോട്ട് എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് അടുത്ത വീണ്ടും അടുത്ത ടോപ്പിക്കായിട്ട് ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പിന്നെ കാണാം.